ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂവപ്പൊടി, അതായത് ആരോ റൂട്ട് പൗഡർ കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 വ്യത്യസ്ത രുചികളിലുള്ള ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂട് സമയത്ത് വിശപ്പും ദാഹവും ക്ഷീണവും അകറ്റാനും ചൂട് കുറക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുമല്ല മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കാനും വന്നവർക്ക് മാറാനുമൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സാണിത്. ചിലർക്കൊക്കെ കൂവപ്പൊടി വെള്ളം കുടിക്കുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് ഇഷ്ടത്തോടെ കുടിക്കുകയും ചെയ്യും, ഈ കൂവപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കൂവപ്പൊടിയാണ്. ഈ കൂവപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. കൂവപ്പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കൂവപ്പൊടി തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 വ്യത്യസ്ത രുചികളിലുള്ള ഡ്രിങ്ക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ എടുത്തത്. ഇത് 1 ടേബിൾ സ്പൂൺ എടുത്താൽ തന്നെ 2 ഗ്ലാസ് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എത്ര ഗ്ലാസ് ഡ്രിങ്ക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് കൂവപ്പൊടി എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. ഇത് കോൺഫ്ലോറൊക്കെ കലക്കിയെടുക്കും പോലെ തന്നെ പെട്ടെന്ന് തന്നെ കലക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതിവിടെ കട്ടയൊന്നും കെട്ടാതെ നല്ല പോലെ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൈവിടാതെ ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുറുക്കിയെടുക്കാനായിട്ട്. ഇത് തിളച്ച് വന്നാൽ ഈ പൊടി പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇത് തിളച്ച് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഈ പൊടി പെട്ടെന്ന് കട്ട പിടിക്കും. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കൂവപ്പൊടിയുടെ വെള്ള കളറൊക്കെ മാറിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും, അതുവരെ കൂവപ്പൊടി വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ആ വെള്ള കളറൊക്കെ മാറിയിട്ട് ഒരു ക്രീം പോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിതൊരു സ്പൂൺ കൊണ്ട് ഒഴിച്ച് നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണം. അപ്പോൾ അതുവരെ കുറുക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ കൂവപ്പൊടിയുടെ കളറ് മാറി വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതുപോലെ കളറ് മാറി വന്നാലേ ഈ കൂവപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും വെന്താൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഈ കൂവപ്പൊടി നന്നായിട്ട് തണുത്തിട്ട് നേരത്തേക്കാളും കുറച്ചുകൂടി തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് വെന്ത് വന്നപ്പോൾ ഞാനെടുത്ത ഈ ഒരു സ്പൂണിന് 6 സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഡ്രിങ്ക്സും ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും പകുതി എടുത്തിട്ടാണ് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്കിൽ ബാക്കി പകുതി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതൊരു 5 ദിവസം വരെ നല്ല എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ വേവിച്ചെടുത്ത കൂവപ്പൊടിയുടെ കുറുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിലേക്ക് ആപ്പിൾ തന്നെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല മധുരമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഡ്രിങ്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഇത് തണുപ്പിച്ചെടുത്ത് കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ആപ്പിളിൻ്റെ പകുതി ഭാഗം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ബദാമും പിസ്തയും കാഷ്യൂ നട്ട്സും ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കുതിർന്ന് കിട്ടാനായിട്ട് മാറ്റിവെച്ച കസ്കസ് ഇല്ലേ, അതിൽ നിന്നും പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്കിതിലേക്ക് ഇതൊന്നും ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ ഡ്രിങ്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് വാനില ഫ്ലേവറിലുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഈ ഡ്രിങ്കിന് ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇനി നമുക്ക് കൂവപ്പൊടി കൊണ്ട് അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത കൂവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു മാമ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മാമ്പഴം ചേർത്ത് കൊടുക്കുമ്പോൾ അധികം നാരില്ലാത്ത മാമ്പഴം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു എസൻസും ചേർത്ത് കൊടുക്കുന്നില്ല, ഇതിങ്ങനെ തന്നെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ചെടുത്ത സാബൂനരി, അതായത് ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചവ്വരി പായസത്തിൽ ചേർക്കുന്നതിനേക്കാളും ഇതുപോലെയുള്ള ഡ്രിങ്ക്സിലും സ്മൂത്തീസിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ എസൻസ് ഒന്നും ചേർക്കാതെ നമുക്കിഷ്ടമുള്ള പഴം വെച്ചിട്ടും ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സാഗോ കൂളറാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് വേവിച്ചെടുത്ത ബാക്കിയുള്ള മുഴുവൻ കൂവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൂവപ്പൊടി വേവിച്ചത് നന്നായി തണുത്തതുകൊണ്ടാണ് ഇതുപോലെ കട്ട പിടിച്ചിട്ടുള്ളത്. കൂവപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 മൈസൂർ പഴം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഡ്രിങ്കിന് എത്രയാണോ തിക്നെസ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കുക. ഈ ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 3 ഡ്രോപ്പ് പിസ്ത എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡ്രിങ്ക്സ് പിസ്ത എസൻസിലും വാനില എസൻസിലും മാത്രമല്ല സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം, അതുപോലെ ബദാം മിക്സ്, അതുപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറും ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കസ്കസിൽ നിന്നും പകുതി നേരത്തെ മാറ്റി വെച്ചില്ലേ, അത് ഞാൻ ഈ ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് നട്ട്സ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ ഡ്രിങ്കിൽ പിസ്ത എസൻസ് ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല തണുപ്പോട് കൂടി കുടിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് പിസ്ത ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂവപ്പൊടി കൊണ്ട് ഇതുപോലെയൊക്കെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കൂവപ്പൊടി ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടത്തോടെ കുടിക്കുകയും ചെയ്യും, കൂവപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കൂവപ്പൊടി കൊണ്ട് ഇതുപോലെയൊക്കെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം.
താങ്ക് യു.